ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്ന റെസിപ്പി ചക്കയുടെ കുരുവും മുരിങ്ങയിലയും കൂടി ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയാണ്. ചോറിന് ഈ ഒരൊറ്റ കറി മാത്രം മതി, നമുക്ക് വേറൊരു കറിക്ക് ആവശ്യം വരില്ല. അതുമാത്രമല്ല, ഈ ചക്കക്കുരുവിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ പ്രോട്ടീനും ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ്. മുരിങ്ങയിലയിലും അതുപോലെ തന്നെയാണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കാനും രക്തം ഉണ്ടാകാനും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ധാരാളം ഗുണങ്ങൾ ഇതിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു സമയത്തേക്ക് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ഈ മുരിങ്ങയിലയിൽ നിന്നും ചക്കയുടെ കുരുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഉറപ്പായും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. വേണ്ടുന്ന ചക്കക്കുരു നമുക്ക് എത്രയാണോ ചക്കക്കുരു വേണ്ടത് അത്രയും ചക്കക്കുരു നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ ഒരു 2-2.5 പിടിയോളം മുരിങ്ങയിലയും ഞാനിവിടെ ഇറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം മുരിങ്ങയില ഇറുക്കാതെ നമുക്ക് കഴുകിയതിന് ശേഷം മാത്രം ഇറുത്തെടുക്കാം. എന്നിട്ട് ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം ചക്കക്കുരു വെച്ച് കൊടുക്കാം. ചക്കക്കുരു വേകുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് ആവി വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങയില വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 4 മിനിറ്റ് കൂടി ആവി വന്നാൽ മതി. ചക്കക്കുരുവും നല്ല രീതിയിൽ വെന്ത് കിട്ടും, അതുപോലെ മുരിങ്ങയിലയും വെന്ത് കിട്ടും. മുരിങ്ങയില കഴിച്ചാൽ വയറ്റിന് പ്രശ്നമുള്ളവർക്കും അതുപോലെ ദഹിക്കാൻ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ചക്കക്കുരു കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർ ഉറപ്പായും ഈ രീതിയിൽ കുക്ക് ചെയ്ത് കഴിച്ചു നോക്കൂ. നിങ്ങൾക്കൊരിക്കലും ഗ്യാസ് എന്ന പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ ചക്കക്കുരു ക്ലീൻ ആക്കുമ്പോൾ നിങ്ങൾ ആ ബ്രൗൺ കളറിലുള്ള തൊലി ഒരിക്കലും ചുരണ്ടി കളയരുത്. അത് ഇതിൽ വച്ച് വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ട്. കാരണം ഈ തൊലിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ദഹനത്തിനായിട്ട് സഹായിക്കുന്ന ഒന്ന്. അപ്പോൾ അതിനുശേഷം ചക്കക്കുരു വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുക്കാം. ഏതെങ്കിലും സ്മാഷർ വച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്നും നിങ്ങൾ പൊടിക്കണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ചക്കക്കുരു. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ഈ അരപ്പിന് നല്ല മണവും ഗുണവും ആയിരിക്കും. കറിവേപ്പില ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഈ മണവും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ലാസ്റ്റിൽ ഇട്ട് അരയ്ക്കാൻ പറയുന്നത്. കടായി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം 1 സ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ ജീരകവും കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ആവിയിൽ വേവിച്ചെടുത്ത മുരിങ്ങയില ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. മുരിങ്ങയില നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വച്ചിരിക്കുന്ന ചക്കക്കുരുവും ഇതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഈ കറി വയ്ക്കാവുന്നതാണ്. വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ്. എല്ലാവർക്കും ഈ സീസണിൽ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒന്ന് തന്നെയാണ് ഈ ചക്കയുടെ കുരുവും മുരിങ്ങയിലയും. അതുകൊണ്ട് ഉറപ്പായും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. ചോറ് കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ കറി മതി, വേറൊരു കറിക്ക് നമുക്ക് ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഇത് കറി തയ്യാറാക്കുന്നത്. 2 പേർക്കുള്ള കറി തയ്യാറാക്കുന്നത് കൊണ്ടാണ് കുറച്ച് മാറ്റി വെച്ചത്. എനിക്ക് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ പകുതി അരപ്പും ഇതിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ലാസ്റ്റിൽ പുളിക്കാത്ത തൈരുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചി ഇരട്ടിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ തൈരില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പുളിക്കാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിച്ച തൈര് ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ഞാൻ ധാരാളം എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.